നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ സ്വയം പറയല്ല, നമ്മൾ നേരിട്ട് പറയല്ല, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ പറയല്ല. അത് നൈസിന് നമ്മളെ തലച്ചോറിനെയും നമ്മളെ മനസ്സിനെയും പറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയില്ല, നമുക്കറിയത്തില്ല നമ്മളോട് ഈ ആള് എതിര് പറയുന്നത്. അത് ചിലപ്പോ മറ്റൊരു കാരണം കണ്ടെത്തും. ആരാ സ്ക്രീൻ ഷെയർ ചെയ്തത്? രാജേഷ് ഭായ്. ഓക്കെ കേട്ടോ, നോക്കാം കേട്ടോ. സമയം കൊണ്ട് നമുക്ക് അതിനകത്ത് ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്തേക്കാം, നോക്കാം. ഓക്കെ, അല്ല ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകണമല്ലോ. അപ്പൊ നമുക്ക് കഴിവിൽ നമ്മൾ തന്നെയാണ്, നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ നമുക്ക് അറിയത്തില്ല നമ്മളുടെ ശത്രു നമ്മളാണ്. അതിന് നമ്മൾ ചില കാര്യത്തിൽ മടി കാണിച്ചിരിക്കും. ഇത് വളരെ ബുദ്ധിപൂർവം ചെയ്യുന്നതാണ്. അതായത് പല സാഹചര്യങ്ങൾ കണ്ടെത്തും, പല രീതിയിലുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തും. നമ്മൾ ചെയ്യാൻ നമ്മളെ ആവശ്യമായിട്ടുള്ള ഒരു ജോലിയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ തലച്ചോറ് നിഗൂഢമായിട്ടുള്ള സൂത്രം ഉപയോഗിക്കും. അതിന് പല പല ജഡ്ജ്മെന്റ് നടത്തും, പല ആൾക്കാരെയും കുറ്റം പറയും, പല സാഹചര്യങ്ങളെയും പറയും. കാരണം എന്താണ്? അത് കഴിയില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞ് അവർ പോയെങ്കിൽ ഈ ആളെന്ന് പറയുന്നത് കൂടെ നിന്നിട്ട് നമ്മളെ വളരാനുള്ള ഒരു പ്രവർത്തനവും ചെയ്യാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ ഇന്ന് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റാത്ത മാനസിക ലെവലിലേക്ക് നമ്മളെ മാറിപ്പോയത്. അപ്പോ ശത്രുക്കളെ ലിസ്റ്റ് നമ്മൾ നോക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് നമ്മളാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മനഃശക്തി 10x പവറിന്റെയും മനഃശാസ്ത്ര ശാഖയിലെ അല്ലെങ്കിൽ മനഃശാസ്ത്ര മേഖലയിൽ തന്നെ സ്വന്തം ശത്രു എന്ന് പറയുന്നതും സ്വന്തം മിത്രം എന്ന് പറയുന്നതും അവൻ തന്നെയാണ്, അവനവൻ തന്നെയാണ് എന്ന് പറയുന്നതും സകല ഫിലോസഫികളിലും ഈ തത്വങ്ങൾ തന്നെയാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അതിനെ ശരിവയ്ക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം, പറയാം. ഓക്കെ, നിങ്ങളെ ലൈക്കും ഇമോജി തന്നാ മതി. ഓക്കെ, ആരും ക്ഷീണിതരല്ലല്ലോ അല്ലേ? ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല. ഓക്കെ, ഇനി ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞത്, അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഈ വർക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ മനഃശക്തി 10x പവർ, ഇത് കൃത്യമായിട്ടും നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് ഇപ്പൊ നമുക്ക് 4 മാസം, അതിലെ ആദ്യത്തെ ഈ 1 മാസം ഇതിനെക്കുറിച്ച് അറിയുകയും ഇതിന്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ഉണ്ട്. ഇപ്പൊ അടുത്ത ദിവസം പോലെ ഹിപ്നോട്ടിസം ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളെ. ഇനി നമ്മൾ വേറെ ലെവലിലോട്ടാണ് പറഞ്ഞത്. ഇതൊരു പരിചയപ്പെടലോട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമ്മള് ഹിപ്നോട്ടിസം, മനസ്സിന്റെ കാരണം ഇനി മനസ്സ് കണക്ട് ചെയ്യുന്നുണ്ട്, വിവിധ മേഖലകളെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് കടന്നു പോകും. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തണം. നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരും, ഒരുപാട് ആവശ്യങ്ങൾ വരും, ഒരുപാട് ജഡ്ജ്മെന്റ് വരും, ഒരുപാട് കുറ്റങ്ങൾ വരും. ഇനി അങ്ങോട്ട് കാണുമ്പോഴത്തേക്ക് ആ വോയിസ് ശരിയല്ല, ആ വീഡിയോസ് ശരിയല്ല, അത് ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂടുതൽ കാര്യങ്ങൾ പിടികിട്ടും തോറും അതിന്റെ മേലിലൊക്കെ തന്നെ നിന്നുകൊണ്ട് നമ്മളെ പിറകിലേക്ക് വലിച്ച് മാറ്റുന്ന ഒരു പ്രോസസ്സ് നടക്കും. അത് ഇതെന്നല്ല, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രവർത്തനം ചെയ്താലും അതിനെ എല്ലാം വോയിസ് ഉറക്കട്ടെ, അതിനെ പിറകിലേക്ക് കൊണ്ടുപോകാൻ
നമ്മളുടെ തലച്ചോറുണ്ട്. നമ്മുടെ തലച്ചോറ് അത് ഞാൻ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എത്രമാത്രം നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ തലച്ചോറിന്റെ നെഗറ്റീവ് സൈഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സൂത്രശാലിയാണ് നമ്മളെ ബ്രെയിൻ, നമ്മളെ മനസ്സ് സൂത്രശാലിയാണ്. മനസ്സ് പറയുന്നത് പോലെ ബ്രെയിൻ ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് നാളെ മുതൽ ചർച്ച ചെയ്യാൻ തയ്യാറാവുക. ലക്ഷ്യങ്ങളും ഇതിന്റെ ലക്ഷ്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. പുതിയ പുതിയ ലക്ഷ്യങ്ങൾ ഇതിനകത്ത് നമ്മളൊരു ഗോൾ ബുക്ക് ഇതിനകത്ത് പ്രാക്ടീസ് ഉണ്ട്. നമ്മുടെ ഗോൾ ബുക്ക് തയ്യാറാക്കുന്നതിനൊരു ബുക്ക് ഞാനത് പറയുന്നുണ്ട്, അടുത്ത ക്ലാസ്സുകളതുണ്ട്. അപ്പൊ നിങ്ങൾ ഗോൾ എഴുതാൻ തയ്യാറാവുക. 20 ഗോൾ ഒരു ദിവസം എഴുതണം, വെറുതെ എഴുതണം. കാരണം നമുക്ക് വിശാലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റണം. അതിനുണ്ടാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്, ബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലോട്ടൊക്കെ മാറുമ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് ഗോൾ ബുക്ക് നമ്മൾ എഴുതി തുടങ്ങണം. അപ്പോൾ അതിന് ഗോൾ ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുക. ഏത് സിറ്റുവേഷൻ വന്നാലും ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനത് എന്താണ് ആ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീസുകൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഇടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വീഡിയോസ് അതിനകത്ത് ഇടാം, അതൊരു കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട് തന്നെ എല്ലാവരും ക്യാമറയൊക്കെ ഓഫാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ അതിന്റെ കോപ്പി തരാം. നമുക്ക് വരാൻ പറ്റാത്ത ദിവസം പക്ഷെ ചർച്ചയ്ക്ക് എല്ലാവരും വരിക, എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും ലക്ഷ്യങ്ങൾ കാണുക. ഇതിനകത്തെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറയുക. പറഞ്ഞു തുടങ്ങുമ്പോ എന്താണ് സാറേ സാർ എന്തോ പറഞ്ഞു വെക്കുന്നു. ഈ തുളുമ്പുന്ന എന്താണ് പാത്രത്തിലെ തെളിമയുള്ള വെള്ളം ഉണ്ടാവുള്ളൂ, ജലം ഉണ്ടാവുള്ളൂ എന്നാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചം രഹസ്യം പരസ്യമായി സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് കെട്ടിക്കിടക്കുന്ന ജലം എപ്പോഴും മലിനപ്പെട്ടുകൊണ്ടിരിക്കും. അത് തുളുമ്പി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ മാത്രമേ തെളിവുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ തലച്ചോറ് കിടക്കുന്ന വിഷയങ്ങൾ. ആ നമ്മുടെ തലച്ചോറിൽ ഇരിക്കുന്ന കാര്യം അതേപോലെ അവിടെ അനക്കാതെ വെച്ചിരുന്നാൽ അത് മലിനപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് അതിനൊരു കൊച്ചു ഉദാഹരണം കൂടി പറയാം. ഇരുമ്പും തലച്ചോറും ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പുകയാവും. ഇരുമ്പും ബ്രെയിനും ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പുകയാവും. രണ്ടും ഒരേപോലെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതിനെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഈ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പൊ പോകുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട ശത്രുവിനെ കണ്ടു കഴിഞ്ഞു. നമ്മൾ അതിനെ ശത്രുവിനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നാളെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ ഗ്രൂപ്പിൽ പറയണം. ഗ്രൂപ്പിൽ നമ്മൾ സംസാരിച്ചിട്ടാണ് വന്ന് ഈ ലൈവിൽ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം നിങ്ങൾ ഏത് തോട്ടിലാണ്, ഏത് മൈൻഡിലാണ് നിങ്ങൾ ഈ ഞാൻ ഇട്ടിരിക്കുന്ന നോട്ടിനെ അഡ്രസ് ചെയ്തെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അത് പറഞ്ഞ പലരും അതിനകത്ത് നമ്മൾ ഇട്ട നോട്ടിൽ പോലും ലൈക്ക് ചെയ്തിട്ടില്ല. അത് കേട്ടോന്ന് തന്നെ എനിക്കിപ്പോ ഡൗട്ട് ഉണ്ട് പലരും. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് കേട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിരിക്കണമെങ്കിൽ നമ്മളെ ലൈവിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കടന്നു വരാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ രണ്ടാമത്തെ ഒരു ഏരിയ നമ്മൾ 3 വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന്. യഥാർത്ഥ ശത്രു നമ്മളുടെ ശത്രു നമ്മളാണ്. എന്റെ ശത്രു ഞാനാണ് എന്ന്
ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നിങ്ങളും തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ അഭിപ്രായങ്ങൾ ഇടുക. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയ പരാജയങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള വിജയ പരാജയങ്ങൾ. അപ്പൊ അത് ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ കണക്ട് ആയല്ലോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കണക്ട് ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ വിജയപരാജയം എന്ന് പറയുന്ന ഒരു മാറ്റർ നമ്മൾ അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ടുവന്നതാണ്. നമ്മൾ ഇന്നലെ വരെ പല കാര്യങ്ങളും ചെയ്ത് വിജയിച്ചിട്ടുണ്ടാവാം, പരാജയപ്പെട്ടിട്ടുണ്ടാവാം, വിജയിച്ചിട്ടുണ്ടാവാം, പരാജയപ്പെട്ടിട്ടുണ്ടാവാം. കൂടുതൽ പരാജയപ്പെട്ടവരാ നമ്മൾ ഒരു മനുഷ്യനെടുത്ത തീരുമാനങ്ങളിൽ കൂടുതൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം പരാജയത്തിൽ നിന്നേ വിജയത്തിലേക്ക് എത്താൻ കഴിയും. അപ്പൊ പറയാം, അപ്പൊ ഈ പരാജയത്തിന് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? ശരിക്ക് ഒരു കാര്യം അഭ്യസിക്കുന്ന സമയത്ത് ആ സമയത്തെല്ലാം അത് പൂർണ്ണമായിട്ട് ഒരു കാര്യവും വരത്തില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെ പ്രസവിച്ച് നമ്മൾ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഉടനെ അങ്ങ് നടന്നു തുടങ്ങിയതല്ലല്ലോ. നമ്മൾ നിരന്തരം എന്ത് ചെയ്യാണ്? ഇത് ശ്രമിച്ചു, നടന്നു, വീണു, എണീറ്റു, അങ്ങനെയാണ് നമ്മള് ശരിക്കും നമ്മൾ നേരെ ഇന്ന് നടക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ വിജയപരാജയങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗെയിമിൽ പങ്കെടുത്തവർക്ക് ഉള്ള അല്ലെങ്കിൽ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിജയപരാജയത്തിന്റെ ഒരു കാര്യം പറയാൻ വന്നുള്ളത്, വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഒരു ഗെയിമിൽ പങ്കെടുത്തവർക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യം വിജയം അല്ലെങ്കിൽ പരാജയം. ഇത് രണ്ടിനും ഈക്വൽ വാല്യൂ, തുല്യ വാല്യൂ ആണ്. ഇത് ആ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ ഗെയിമിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് കേട്ട് പറയുന്നവർക്കോ അവകാശപ്പെട്ടതുണ്ട്. ഇന്ന് ഞാൻ ജയിച്ചിട്ടുമില്ല, ഞാൻ തോറ്റിട്ടുമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലായിക്കൊള്ളണം, ആ വ്യക്തി ഒരു കാര്യത്തിലും പങ്കെടുത്തിട്ടില്ല. ഒറ്റയ്ക്ക് എവിടെയോ ഒന്നും ചെയ്യാതെ മടിച്ച് ജീവിതം വേസ്റ്റ് ആക്കിയ വ്യക്തിയായിരിക്കും. ആ വ്യക്തിയാണ് ഇരുന്ന് പറയണത്. രഘു പണ്ട് പരാജയപ്പെട്ടു വരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്, അന്ന് അവിടെ ആ ആള് പോയി തോറ്റുപോയി, അവിടെ ആ ആള് പോയി പരാജയപ്പെട്ടു, അങ്ങനെ ഒരാൾ ചെയ്ത് ആ ആളുടെ ജീവിതം വേസ്റ്റ് ആയി പോയി എന്ന് പറയുന്നത്, പണ്ടൊരു മത്സരം കാണാൻ പോയിട്ട് ആ മത്സരത്തിനകത്ത് പരാജയപ്പെട്ടവനെ എടുത്തു വെച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവന്റെ അടുത്താണ് പറയണത്, നീ അതിനൊന്നും പോകല്ലേ, തോറ്റുപോകും. പക്ഷെ വിജയവും പരാജയവും മത്സരിക്കുന്നവന് വേണ്ടിയുള്ളതാണ്. അവന്റെ ഈക്വൽ അവകാശമാണത്. വിജയിച്ചവൻ പരാജയപ്പെട്ടവന്റെ അടുത്ത് ഒന്ന് സെക്കൻഡ് ചെയ്തിട്ട് പോകൂ. വിജയിച്ചവൻ അറിയാം ഞാൻ ഇവന്റെ കൂടെയാണ് മത്സരിച്ചതെന്ന്. ഈ ഗെയിം കണ്ട നമ്മളെ ഈ വിജയിച്ചവൻ അറിയാമോ? ഈ ഗെയിമിനെ കുറിച്ച് കേട്ട ആളിനെ ഈ മത്സരത്തിൽ വിജയിച്ചവൻ അറിയാമോ? എന്തിന് ഈ വിജയത്തിൽ ഈ ഗെയിമില് പരാജയപ്പെട്ടവൻ ഇവർ രണ്ടുപേരെ അറിയാമോ? പക്ഷെ വിജയിച്ചവനും പരാജയപ്പെട്ടവനും പരസ്പരം എപ്പോഴും ഇവര് തമ്മിൽ കണക്ഷനുമായിരിക്കും. അതിനപ്പുറം വിജയിച്ചവൻ പരാജയപ്പെട്ടവനെ ഭയപ്പെടും. വിജയിച്ചവൻ എന്ത് ചെയ്യും? പരാജയപ്പെട്ടവനെ ഭയപ്പെടും. പരാജയപ്പെട്ടവൻ വിജയിച്ചവനെ ഭയപ്പെടാനല്ല ശ്രമിക്കുന്നത്. അടുത്ത ഗെയിമിൽ അവൻ വളരെ അടുത്ത ഗെയിമിലും ആ പരാജയപ്പെട്ടവൻ കടന്നു ചെല്ലുകയാണെങ്കിൽ ഈ സകല ശക്തിയും ഉപയോഗിച്ച് എന്നേക്കാൾ വിജയിച്ചവന്റെ മേഖലയിൽ, അല്ലെങ്കിൽ ആ വിജയിച്ചവൻ എത്രയാണ് റെക്കോർഡ് ഇട്ടത് അതിന്റെ മേഖലയിൽ എത്തണമെന്ന ശ്രമമായിരിക്കും പരാജയപ്പെട്ടവൻ ചെയ്യുന്നത്. പക്ഷെ വിജയിച്ചവൻ പേടിക്കുന്ന എന്താണ്? ഇവൻ എന്റെ റെക്കോർഡ് തകർക്കുമോ എന്നുള്ളതാണ്.
അവിടെ ശക്തനായരായിരിക്കും. ആരായിരിക്കും? വിജയിച്ചവൻ പോലും പരാജയപ്പെടുന്നത്, അല്ല, വിജയിച്ചവൻ പോലും ഭയപ്പെടുന്നത് പരാജയപ്പെട്ടവനെയാണെങ്കിൽ, വിജയിച്ചതിനേക്കാൾ പവർ പരാജയപ്പെട്ടവൻ വീണ്ടും ചുവടെടുത്ത് വരുമെന്ന് അവൻ അറിയാം. അപ്പോഴാണ് ഒരു ഗെയിമിലും പോകാതെ മാറി നിന്നിട്ട് ഒരു ഗെയിമിലും പങ്കെടുക്കാതെ മാറി നിന്നിട്ട് ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള പരാജയങ്ങൾ മൊത്തവും നമ്മൾ മത്സരിച്ചവർക്കോ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ചെയ്തവർക്കോ നടക്കാൻ ശ്രമിച്ചവൻ മാത്രമേ വീഴൂ. ഒരു കസേരയിൽ ഇരിക്കുന്നവൻ വീഴില്ല, അല്ലെങ്കിൽ കട്ടിലിൽ കിടക്കുന്നവൻ വീഴില്ല. ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ വീണിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്, നമ്മൾ ഓടാൻ ശ്രമിച്ചത് കൊണ്ടാണ്. ഇനിയും നടക്കാനും ഓടാനും ശ്രമിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഗെയിമിന്റെ, ലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ ഒരു ഗെയിമിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിയുന്നത്. ശരിയല്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ വിജയപരാജയങ്ങൾ വളരെ നമ്മുടെ മുന്നിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പരാജയപ്പെട്ടവരെയും വിജയിച്ചവരെയും പഠിക്കാൻ ശ്രമിക്കുക. കണ്ടുകൊണ്ടിരുന്ന ഗെയിമിൽ, മത്സരത്തിൽ പങ്കെടുക്കാതെ ഗെയിം കണ്ടുകൊണ്ടിരുന്ന, ഗെയിമിനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നവരെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. അവരൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും പരാജയപ്പെട്ടാലും വിജയിച്ചാലും നമ്മള് പരാജയപ്പെട്ടവരെയോ വിജയിച്ചവരെയോ കൂടുതൽ പഠിക്കുക. ഓക്കെ, വേറെ ഉദാഹരണം വന്നപ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് 46 നമുക്കിനി അല്പം നമ്മളുടെ പ്രപഞ്ചവുമായി കോർത്തിണക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നമ്മളിത് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങ് പറയാത്തതിന്റെ കാരണം പറഞ്ഞത്, നമുക്ക് പ്രപഞ്ചത്തിലേക്ക് ഒക്കെ അതിനെക്കുറിച്ച് കൂടുതൽ കണക്ട് ചെയ്ത് പറയാനുണ്ട്. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യിപ്പിക്കുന്ന അറിവില്, അനുഭവങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. കാരണം നമുക്ക് ഒരുപാട് ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് അത് ഉടനെ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞിതാക്കണ്ട. അപ്പൊ നാളെ മറ്റന്നാൾ നമ്മൾ മൈൻഡുമായി ബന്ധപ്പെട്ട് ഇന്നിട്ട നോട്ടുമായി, നാളെ ഇടുന്ന നോട്ടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചർച്ച ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇനി നമുക്ക് എല്ലാ ദിവസവും പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്ത അവസാനം കുറച്ച് കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ചന്ദ്രനിലാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ നക്ഷത്രങ്ങളിലും ഗാലക്സികളും അങ്ങനെ മുകളിലേക്കും കോസ്മിക് തത്വങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. ഓക്കെ, റിലാക്സ്. എല്ലാവരും ഒന്ന് ഫ്രീ ഒക്കെ ആയിരിക്കുക. അടുത്ത ഇതോട്ട് നമുക്ക് ഹിപ്നോട്ടിസം ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാക്ടീസ് നമ്മൾ ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആക്റ്റീവ് ആണോ എന്ന് എനിക്കറിയണം. നിങ്ങൾ ചെയ്തു എന്നും പറയണം. ഓക്കെ, ഇനി നമ്മള് അവസാനം ഇന്ന് എന്താണ് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോസ്റ്റർ കണ്ടല്ലോ എല്ലാവരും. ഇന്നത്തെ ചർച്ചയുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു. കണ്ട് എന്തായിരുന്നു ചാന്ദ്ര നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രവട്ടത്തിന്റെ കലകളും അതുപോലെ തന്നെ ആർത്തവ ചക്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് മനുഷ്യനും ഈ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളിൽ ഒന്നാണ് ഈ ചന്ദ്രന്റെ കലകൾ. ഈ കലകളിൽ നിന്നാണ് എൻ്റെ ജീവിതത്തില് പ്രപഞ്ചവുമായിട്ട് മനുഷ്യന്
ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുക. അപ്പൊ നമുക്ക് അറിയാം, ചന്ദ്ര കലകളെ കുറിച്ച് നമുക്കറിയാം. ഓരോ ദിവസവും ഓരോ കലകളായിട്ട് വരും. കർത്തവാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് ഇരുട്ട്. അത് കഴിഞ്ഞ് ഓരോ ദിവസവും ഒന്ന് അതിന്റെ പകുതിയായി, അത് ഫുൾ മൂണായി, പിന്നെ തിരിച്ച് വീണ്ടും പകുതിയായി, പിന്നെ പൂർണ്ണമായിട്ടും ഇരുട്ടിലേക്ക് വരുന്ന ഈ ഞാൻ ഇതിനകത്ത് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷെ ഇതിനകത്ത് എനിക്ക് കട്ടായി പുറത്ത് പോയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. ഞാൻ നോക്കാം, ഇതിനകത്ത് ഇറങ്ങി പോയിട്ട് ഞാൻ തിരിച്ച് സ്ക്രീൻ ഷെയർ ചെയ്ത് വരാം. ഇത് കുറച്ച് പറഞ്ഞിട്ട് പുറത്തിറങ്ങി പോയിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ, അതായത് പുറത്തിറങ്ങിയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കയറി വരാം. അത് അല്ലെങ്കിൽ എനിക്ക് വേറെ ഒരു സെറ്റും കൂടി വേണ്ടി വരും. ഓക്കെ, ഒരു 10 മിനിറ്റ് നമുക്ക് ഇപ്പൊ ഇനി 9:50 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നാളെ നിങ്ങൾ ചന്ദ്രനെ നിരീക്ഷിച്ചു തുടങ്ങുക. ഈ ഭൂമിയിൽ ജീവജാലങ്ങള് ഇവിടെ ഈ ഭൂമിയിൽ ഓരോ പുൽ മുട്ടുകളും ഇവിടെ ഈ ഭൂമിയിൽ നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് ചന്ദ്രനാണ്. ഇവിടെ അതായത് മറ്റെല്ലാ ഗ്രഹങ്ങളിലും ഇന്ന് മനുഷ്യൻ ഇവിടെ നിന്ന് അന്വേഷിച്ചു പോയിട്ട് ജീവന്റെ കണികകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ജലം കണ്ടെത്താൻ കഴിയിട്ടില്ല. ജലം ഒഴിയ പാടുണ്ടെന്ന് പറയുന്ന അങ്ങനെ നിരവധി അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. മനുഷ്യൻ എന്താണ് ഒരു വളരെ ചെറിയ ഒരു ജീവിയാണ്. എല്ലാ സ്ഥലത്തും പോയി കണ്ടെത്താൻ ഇതുവരെ പ്രപഞ്ചത്തിന് അത്രത്തോളം വളർന്നു പോകാൻ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. എങ്കിലും മനുഷ്യന്റെ കഴിവനുസരിച്ച്, മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ച്, മനുഷ്യന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് ഇതിനൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഭൂമിക്ക് ഇത്രയും ജീവൻ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് ഉള്ള ഒരു ഉപഗ്രഹം എന്ന് പറയുന്ന ഈ ചന്ദ്രൻ, അതായത് ഭൂമിയുടെ പുത്രൻ, ഇതേപോലത്തെ ഒരു പുത്രൻ മറ്റ് ഗ്രഹങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഒരുപാട് ഗ്രഹങ്ങളുള്ള ഉപഗ്രഹങ്ങളുള്ള ഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ചന്ദ്രനെ അപേക്ഷിച്ച് പറയുമ്പോൾ ചിലപ്പോ സൂര്യനും ഭൂമി നിൽക്കുന്ന അകലവും ചിലപ്പോൾ ഈ ജീവൻ നിലനിൽക്കാൻ കാരണമായിരിക്കാം, ആ ചൂടിന്റെയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇവിടെ ചന്ദ്രൻ ഭൂമിയെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ഇനി ഒരിക്കൽ കൂടി നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ചന്ദ്രനെ നിരീക്ഷിക്കണം, ഞാൻ ഓരോ ദിവസവും നിരീക്ഷിക്കണം, നമ്മൾ നോക്കണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ ചന്ദ്രന്റെ പവർ, അതായത് ഇന്ന് ഇവിടെ ഈ കാലവർഷങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ കഴിയുന്നത് ചന്ദ്രനാണ് അതിന്റെ കാരണക്കാരൻ. നമ്മളുടെ വേലിയേറ്റവും വേലിയിറക്കവും, ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. വേലിയേറ്റവും വേലിയിറക്കവും എന്ന് പറയുന്ന, അതായത് കടലിലെ മണൽ കൂനകൾ മൊത്തവും കടലിൽ നിന്ന് അടിച്ച് മുകളിൽ, അതായത് ആറും അല്ലെങ്കിൽ പുഴയും കടലുമായിട്ടുള്ള, കായലും കടലുമായിട്ട് ഇതിനെ വേർതിരിക്കുന്ന പ്രകൃതിയിലെ ഏറ്റവും വലിയൊരു പ്രോസസ്സ് നടക്കും. എങ്ങനെയാ ഇത്രയും വലിയ ഈ മണൽക്കൂനകൾ ഈ കടലിനെയും ഈ കായലിനെയും അല്ലെങ്കിൽ കടലിനെയും ആറുകളെയും കടലിനെയും പുഴകളെയും ചേർത്തുകൊണ്ട് ആ വെള്ളം ഇങ്ങോട്ട് വരാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തി ഇത്രയും മണൽ ആരാണ് കൊണ്ടുവരുന്നത്? നമ്മൾ അറിയുന്നുണ്ടോ ഈ ചന്ദ്രൻ എത്രമാത്രം കാന്തികപരമായിട്ടുള്ള
പ്രഷർ ചെയ്തായിരിക്കും ഈ മണൽ മൊത്തവും ഈ ഇതിലേക്ക് വരുന്നത്. നമുക്ക് അടുത്ത് ബീച്ചോ കടപ്പുറത്ത് കൂടുതൽ പോയിട്ടുള്ളവർക്ക് ഓരോ ദിവസവും കടലിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കും. ഇത്രയും മണൽ കൂനകൾ അടിച്ച് കയറ്റാൻ നമ്മളെ മുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഈ ഒരു ചന്ദ്രൻ കഴിയുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പവർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എനിക്ക് മാനസികപരമായ അന്വേഷണത്തിലാണ്. ഞാൻ ഓരോ രാത്രികളും എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മൊത്തം ഞാൻ ഈ ചന്ദ്രനെ നിരീക്ഷിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആയിരിക്കും പവർ? ചെറിയ കാര്യമല്ല. എത്രമാത്രം പവർ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം വേലിയേറ്റവും വേലി ഇറക്കവും എന്നുള്ള നമ്മൾ കാണുന്നതാണ്. നമ്മള് ബീച്ചുമായിട്ട് അടുത്ത് അല്ലെങ്കിൽ കടലുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. വേലിയേറ്റവും വേലി ഇറക്കവും നമ്മൾ എല്ലാ തവണയും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ അറിയുന്നുണ്ട്. നമുക്ക് ഒരു പക്ഷെ പോയിട്ടില്ലെങ്കിലും അറിയാം. നമുക്ക് ഒരു കൂടിപ്പോയി 6-7 കിലോമീറ്ററിനകത്ത് നമുക്ക് കാണുന്ന കാര്യമുണ്ട്. മിക്ക ദിവസവും നേരത്തെയൊക്കെ നമ്മൾ കടപ്പുറത്ത് രാവിലെ പോകുന്നതുമാണ്. കർത്തവാവ് ദിവസം നമ്മളെ ചുറ്റുപാടിലും ഈ ശ്വാസം മുട്ടുള്ളവരുണ്ടെങ്കിൽ, ശ്വാസം മുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരടുത്തൊന്ന് ചോദിക്കുക. വാവ് ദിവസങ്ങളിൽ അവർ കൂടുതൽ പ്രശ്നത്തിലായിരിക്കും. ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? വാവ് ദിവസങ്ങളിൽ ആ ആൾക്കാർക്ക് പ്രശ്നം. അപ്പൊ എന്തായിരിക്കും? ആ വെളുത്ത വാവ് അല്ലെങ്കിൽ ചന്ദ്രനുള്ള സമയത്ത് മനുഷ്യന്, അല്ലെങ്കിൽ ഇവിടെ നമ്മള് ഫുൾ ആരോഗ്യവാനായിട്ടിരിക്കുന്നത് കൊണ്ടും നമ്മൾ അതിനെ കുറിച്ചൊന്നും അറിയാതെ പ്രപഞ്ചത്തിന്റെ താളങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അങ്ങ് പോകുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോ ജീവിച്ചിരിക്കുമ്പോഴും നമ്മളിപ്പോ ഫ്രീ ആയി ആരോഗ്യവാനായിരിക്കുമ്പോ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ താളത്തെ നിരീക്ഷിച്ച് അനുഭവിച്ച് വരിക തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രൻ നിരീക്ഷിക്കണം എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഊർജം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അത് വേറൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ചന്ദ്രനെ നിരീക്ഷിച്ചു തുടങ്ങുക. ഇനി മനുഷ്യനെ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇന്ന് സൂചിപ്പിക്കാണ്ട് വന്നത്. ഇത്ര നേരം ഞാൻ ചന്ദ്രനെ കുറിച്ചൊരു ഇത് പറഞ്ഞതാണ്, മൂണിനെ കുറിച്ച് പറഞ്ഞാണ്. ഇനി ഏറ്റവും അതായത് മനുഷ്യനും മനസ്സും പ്രപഞ്ചവുമായി കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് ഇലക്ട്രിസിറ്റി പോയി, കറണ്ട് പോയി. ഓക്കെ, പറയാനല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ മനുഷ്യനെ ഏറ്റവും പ്രപഞ്ചവുമായി കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് സ്ത്രീയാണ് തലമുറയെ ജനിപ്പിക്കുന്നത്, പ്രസവിക്കുന്നത്. അപ്പൊ ആ തത്വമൊക്കെ മാറില്ല കേട്ടോ. മനുഷ്യൻ അതിന്റെ മേലിലൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ബീജം മാത്രം വെച്ചിട്ട് സ്ത്രീയുടെ സഹായം ഇല്ലാതെ തന്നെ അടുത്ത തലമുറയിലൊക്കെ ജനിപ്പിക്കാനുള്ള സയൻസ് ഒക്കെ വളർന്നു വരെയാണ്. എന്താണ് അതിന്റെ പേര്? ക്രോണിങ്ങോ? അസുരൻ സാറെ, ക്രോണിങ് എന്നല്ലേ ആ വാക്ക്? അല്ലേ? അറിയാമോ അത്? എന്താണ് സാറേ? ക്ലോണിങ്. ഓക്കെ. പക്ഷെ ഇത് പ്രകൃതിയാൽ അല്ലെങ്കിൽ പ്രപഞ്ചത്താൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. സ്ത്രീയാണ് ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് തരുന്നതെങ്കിൽ അതിന് വേണ്ടുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ആർത്തവ ചക്രം. ഈ ആർത്തവ ചക്രം വളരെ 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 നേരത്തെ പറഞ്ഞ പ്രപഞ്ചം രഹസ്യം പരസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് പോലെയാണ്.
ഒരു വ്യത്യാസവുമില്ല. യഥാർത്ഥ ആരോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആർത്തവ ചക്രത്തിന്റെ യഥാർത്ഥ പീരീഡ്സ്, അത് ടൈമിംഗ് എന്ന് പറയുന്നത് 29.5 29.5 ദിവസം ആണ് ഒരു ആർത്തവ ചക്രം പൂർത്തിയാകാനും ഒരു ചന്ദ്രവട്ടം പൂർത്തിയാക്കാനും. ഇത് രണ്ടിലും ഒരു സെക്കൻഡ് പോലും വ്യത്യാസം. അത് ടൈമിങ് മാത്രം. വെറുതെ സംഖ്യ എന്താണ് ഇതുപോലെ ഒരു സ്ഥലത്തെ ഒരു നമ്പർ കൊണ്ടുവന്ന് ഇതുമായിട്ട് ചേർച്ചയുള്ള നമ്പർ ആയിട്ട് രണ്ടും കൂടെ കൂട്ടിമുട്ടിച്ചിട്ട് ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാനല്ല. അതിനുവേണ്ടിയല്ല ഞാനിത് പറയുന്നത്. അതായത് 29.5 ഇതും 29.5, അപ്പൊ ഇത് രണ്ടും ബന്ധമുണ്ട്. അങ്ങനെ രണ്ട് സംഖ്യയും ബന്ധം ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത് തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ പറയല്ല. ആർത്തവ ചക്രത്തിന്റെ കലകളും ചന്ദ്രവട്ടത്തിന്റെ കലകളും സെയിം. അതാണ് എന്റെ പ്രത്യേകത. ആർത്തവ ചക്രം എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ഗർഭപാത്രം, ഒരു സ്ത്രീയുടെ, പെണ്ണെന്ന് പറയാൻ പാടില്ല, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഗർഭപാത്രം അത് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് പറയുന്ന ന്യൂമൂൺ. ഈ പറയുന്ന ചന്ദ്രകല പോലെ ഇന്ന് സയൻസില് നിങ്ങൾ ആർത്തവ ചക്രം നിങ്ങൾ എടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. ആർത്തവ ചക്രത്തിന്റെ അത് കൊടുത്തിരിക്കുന്നത് ഓരോ ദിവസവും ആർത്തവ ചക്രം എന്താണ് ഈ ചന്ദ്രപ്പിറ കാണുന്നത് പോലെ പതിയെ 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 തുറന്ന്, നേരത്തെ പറഞ്ഞു 14.5 ദിവസത്തോളം ആകുമ്പോൾ പൂർണ്ണമായിട്ടും ആ അമ്മയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഗർഭപാത്രം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും? തുറക്കും. അവിടെയാണ് ആ സ്ത്രീയുടെ ഫുൾ മൂൺ. പീരീഡ്സിനെ കർത്തവാവ് എന്താണ് ന്യൂ മൂൺ എന്ന് പറയുന്ന ഒരു വാക്കും കൂടി ഉപയോഗിക്കാറുണ്ട്. ഇത് നിരന്തരമായിട്ടുള്ള ഇന്ന് സയൻസില് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്നാലും ഇപ്പോഴും അന്വേഷണങ്ങൾ നടക്കുകയാണ് ഇതിനെ കുറിച്ചുള്ളത്. അപ്പൊ ഇവിടെ ഓരോ നമ്മളത് മനസ്സിലാക്കാനുള്ളതാണ്. ആ പൂർണ്ണമായിട്ടും, അതായത് പുരുഷന് പ്രകൃതിയുമായിട്ടോ പ്രപഞ്ചവുമായിട്ടോ അവന്റെ ശരീരത്തിന് ഒരു ബന്ധവുമില്ല. അവൻ ഒബ്സർവേഷൻ നടത്തി നിരീക്ഷിച്ചിടത്തോളം സ്ത്രീയെ കൃത്യമായിട്ടും ഓരോ ചന്ദ്രവട്ടവും സ്ത്രീയുടെ ശരീരം ഓർമ്മിപ്പിക്കും. സ്ത്രീ അത്രമാത്രം പ്രകൃതിയുമായി കണക്റ്റഡ് ആണ്. കാലം മാറിയാലോ മാസം മാറിയാലോ പുരുഷൻ അറിയത്തില്ല. സ്ത്രീ കൃത്യമായിട്ടും അതാത് മാസങ്ങളിൽ ഓരോ മാസവും ആ സ്ത്രീ അറിഞ്ഞിരിക്കും. ചന്ദ്രനും കൃത്യമായിട്ടുള്ള ഓർമ്മയുള്ളതുപോലെ സ്ത്രീയും കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാകും. ഇന്ന് ഈ 29.5 ദിവസമാണ് ഇവരുടെ പീരീഡ്സ് ടൈമെങ്കിൽ ആ ടൈമില് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറയുന്നത് അവരുടെ ആഹാരത്തിന്റെയും ഹെൽത്തിന്റെ കുറെ പ്രോബ്ലംസുകളാണ്. അതുമല്ല, ഏറ്റവും കൂടുതൽ സയൻസ് പറയുന്നത് ഏറ്റവും സയൻസ് ഇതിന്റെ വലിയൊരു അന്വേഷണ വിഭാഗം തന്നെയുണ്ട് മൂണിനെയും ഈ ഇതിനെയും വെച്ചിട്ട്. ഇതാണ് അതിനകത്ത് മെൻസ്ട്രോൾ. ഞാൻ ആ വാക്ക് ഇതിനകത്തുനിന്ന് എടുത്താണ്. ഇത് ഞാൻ നേരത്തെ പറയും, ആ വാക്ക് ഞാൻ എടുത്താണ്. അപ്പൊ ഇവർ ഈ ഇതിന്റെ അന്വേഷണം വളരെ ആഴത്തിൽ നടക്കുകയാണ്. ഒരുപാട് പേര് അന്വേഷിച്ചതിൽ ആദ്യം മെൻസസ് ആവുന്നത് കറുത്ത വാവുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ വരാനാണ് സ്ത്രീകളിൽ കൂടുതൽ സാധ്യത. ഫസ്റ്റ് അങ്ങനെയും കൂടി ഉണ്ട്. ഈ ഏതെങ്കിലും ഒരു മാസത്തിലെ കർത്തവാവിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ കർത്തവാവുമായിട്ട് അടുത്താണ് മെൻസസ്. സയൻസിലെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ വിഭാഗക്കാരെ അന്വേഷിച്ചതിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ റിപ്പോർട്ടുകളാണ്. പിന്നീടാണ് അതിനകത്ത് ചേഞ്ച് വരുന്നത്. മനുഷ്യന് പ്രകൃതിയും പ്രപഞ്ചമായിട്ടും ബന്ധമില്ല. നിസ്സാര കാര്യമില്ല. നമ്മുടെ കൺമുന്നിൽ ചന്ദ്രനെ ഇത്രയും വലിയൊരു ഉദാഹരണം
ചന്ദ്രനിലൂടെയാണ് നമുക്ക് ഒരു പിടിച്ച് മേളിലോട്ട് പ്രപഞ്ചത്തിന്റെ വിശാലമായിട്ടുള്ള തലങ്ങളിലേക്ക് നമുക്ക് എത്തേണ്ടതെന്ന് പറയുന്നത് ചന്ദ്രനിലൂടെയാണ്. അപ്പോൾ വളരെ എന്താണ് ഭക്തി മീൻസ് സീരിയസ് ആയിട്ട്, ഞാൻ അതാണ് ഭക്തി എന്ന് ഉദ്ദേശിച്ചത്, അല്ല വേറെ രീതിയിലുള്ള അല്ല. വളരെ അതിനെ അത്രയും ആഴത്തിൽ ആ വിഷയത്തെ എടുക്കുക. ചന്ദ്രൻ നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. ഞാൻ ഇപ്പൊ 5 ആയിട്ടുണ്ട്, ഒരു 5 മിനിറ്റും കൂടി ഇതിനകത്ത് കടന്നു പോകും. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു 1-2 എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റത്തില്ലുണ്ട്. ഞാനത് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ പുറത്ത് വന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ തിരിച്ചു കയറി വരാം. ഓക്കെ, ഇത് ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? സ്ത്രീകൾ ഇതൊരു വലിയ ഒരു നമ്മള് എത്ര പേര് ഇതിനെക്കുറിച്ച് നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഈ 10 മാസം തികഞ്ഞ് 10 മാസം തികഞ്ഞ്, അല്ലെങ്കിൽ 10 മാസം പൂർത്തിയല്ല, 10 മാസം പൂർത്തിയായിട്ട് ഗർഭാവസ്ഥത്തിൽ കിടന്നിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. 9.5, 9.25 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 10 പൂർണ്ണമായ പ്രസവിച്ചു വന്നാലും 10 മാസം ഫുള്ള് നിൽക്കില്ല, അല്ലേ? കേട്ടിട്ടില്ലേ? പക്ഷേ 10 ചന്ദ്രവട്ടം ഫുള്ള് ചെയ്യും. 10 ചന്ദ്രവട്ടം ഫുള്ള് നിൽക്കും. പൂർണ്ണമായിട്ടുള്ള എന്താണ് ഗർഭത്തോടുകൂടി പ്രസവിക്കുന്നതാണ് 10 ചന്ദ്രവട്ടം പൂർത്തിയാവും. പക്ഷെ ഒരു ചന്ദ്രവട്ടം എന്ന് പറഞ്ഞാൽ 1 മാസം കംപ്ലീറ്റ് ഇല്ല. 29 ദിവസമേ ഉള്ളൂ. അത് 30-31 ദിവസമുണ്ട്. അപ്പൊ എത്ര ദിവസം? ഈ 10 മാസം ആകുമ്പോ എത്ര ദിവസം അങ്ങോട്ട് മാറുമെന്ന് നോക്കണം. ഇനി ഇതിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് ഈ പീരിയഡ്സുമായി ബന്ധപ്പെട്ട്, മെൻസസുമായി ബന്ധപ്പെട്ട്, ആർത്തവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് വരും കാലങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് ചന്ദ്രന്, നമ്മൾ ന്യൂ മൂണിന് ഫുൾ മൂണിനാണ് നമ്മളെ കോഴ്സ് തുടങ്ങുന്നത്. അതുകൊണ്ട് ചന്ദ്രനെ കണക്ട് ചെയ്ത് പോകാനാണ് എനിക്ക് കൂടുതൽ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞാനത് കണക്ട് ചെയ്യുന്നത്. അത് ഞാൻ പറയും. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത്, ഒരു സ്ത്രീ പ്രപഞ്ചത്തിന്റെ ഭാഗമായി ആദ്യമായിട്ട് ആർത്തവമായി കഴിഞ്ഞാൽ പിന്നെ ആ ആർത്തവം കഴിയുന്നത് എത്രാമത്തെ സമയത്തായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് ഓരോ മാസങ്ങളിലായിട്ട് ഇങ്ങനെ ആർത്തവം ഉണ്ടായതിനു ശേഷം ആർത്തവം മാസം എന്താണ് ഓരോ മാസവും കഴിഞ്ഞതിന് ശേഷം എപ്പോഴായിരിക്കും ഈ ആർത്തവം ഇല്ലാതാവുക? എപ്പോഴായിരിക്കാം? വയസ്സാവും. കേട്ടില്ല. 60 വയസ്സാകുമ്പോഴും അത് കംപ്ലീറ്റ് 60 വയസ്സ് നമുക്ക് അങ്ങനെ കൂട്ടാം. അതിൽ കൂടുതൽ പ്രായത്തിന് വ്യത്യാസങ്ങളുമുണ്ട്. പക്ഷെ അതിനു മുമ്പ് പിന്നെ ഈ മാസത്തിന്റെ നിക്കത്തേ ഇല്ല. അതുവരെ ഉണ്ടാവും. 40 വയസ്സ് തൊട്ട് എപ്പോഴും ആകാമെന്നാണ് സാറേ പറയുന്നത്. മെനോപ്പസ് പീരീഡ് എന്ന് പറയുന്നത്. മെനോപ്പസ് പീരീഡ് എന്ന് പറയുന്നത്, ആർത്തവിരാമം എന്ന് പറയുന്നത് 40 തൊട്ട് എപ്പോഴും ആകാം. ഓക്കെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, നിങ്ങളെ എന്താ ടീച്ചർ എന്താ പറഞ്ഞേ? പ്രഗ്നൻസി ടൈമിൽ ആവാറില്ല. യെസ്, ഞാൻ അതുകൂടെയാണ്. രാധാകൃഷ്ണ താൽക്കാലികമായിട്ടുള്ളതാണോ? ഞാനത് എങ്ങനെ എത്തുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. താൽക്കാലികം എന്നൊരു അഡ്രസ് വെക്കാതെ ഞാനത് പറഞ്ഞതാ. അത് കുറച്ചും കൂടെ അറ്റൻഷൻ ഉണ്ടാകാൻ വേണ്ടി ഞാനത് പറഞ്ഞതാ.
എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഓരോ ചന്ദ്രവട്ടവും ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഈ മെൻസസ് ആയി പീരിയഡ്സ് ആകുന്നു, അത് കഴിഞ്ഞ് അതിനകത്തേക്ക് ഒരു തുടിക്കുന്ന ഒരു ജീവൻ ചെന്നതിന് ശേഷം 10 ചന്ദ്രവട്ടം ഈ സ്ത്രീ ഈ പ്രോസസ്സ് പ്രകൃതി മറന്നുപോകും. അതുവരെ ഓരോ മാസവും ആ പ്രകൃതിയെ ഓർമ്മിപ്പിച്ചു, കൃത്യമായിട്ട് മാസം ഇത് സംഭവിച്ചു. അതിന്റെ സയൻസ് വേറെ ഉണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു സത്യം, 10 മാസം 10 ചന്ദ്രവട്ടം, 10 മാസമല്ല 10 ചന്ദ്രവട്ടം നമ്മളെ കൃത്യമായിട്ട് അതിനകത്ത് നിലനിർത്തി ഇന്ന് നമ്മൾ വളരെ മോശമെന്ന് പറയുന്ന പീരിയഡ്സ് ആയിട്ടുള്ള സ്ത്രീകളെയൊക്കെ ദൂരെ നിർത്തുന്ന ഒരു വലിയ ഒരു എന്താണ്, അതിനെതിരെയാണ് ആർത്തവം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിപ്ലവങ്ങൾ കേരളത്തിനകത്തൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ആയുധത്തിന്റെ ഒക്കെ ഭയങ്കര സംഭവങ്ങൾ വെച്ചിട്ട് ഈ 10 മാസം ഈ ഇതിനകത്തൂടെ അല്ലേ നമ്മളിലേക്കല്ലേ ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ അതിനകത്ത് ആ ജീവനാടിയനകത്ത് നിൽക്കുമ്പോൾ 10 ചന്ദ്രവട്ടം നമ്മൾ ജനിക്കുന്നത് വരെ ആ സ്ത്രീ പ്രകൃതിയിൽ നിന്ന്, ആ പ്രകൃതിയിൽ ഓരോ മാസവും കൃത്യമായി നടന്നുകൊണ്ടിരുന്നതിൽ നിന്ന് ആ കുട്ടിക്ക് വേണ്ടി ആ നടന്ന പ്രോസസ് എന്താണോ അതെല്ലാം തന്നെ അവിടെ നടന്നുകൊണ്ട് ആ പ്രകൃതിയിലെ ഓരോ ചന്ദ്രവട്ട ടൈമിലും ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചും ഇവിടെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഇത്ര മാസമായി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് ഓരോ ചന്ദ്രവട്ടത്തെയും അല്ലെങ്കിൽ ഓരോ, നേരത്തെ പറഞ്ഞ എന്താണ് ആ വാക്ക്, ഞാനത് എനിക്കത് ആ വാക്കൊക്കെ ശരി, ഞാൻ ഈ ആർത്തവ ചക്രം എന്നുള്ളൊരു വാക്കാണ് അതിന്റെ എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഈ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്തോളാം, ഞാൻ നേരത്തെ ഇട്ടില്ല. അതായത് ലൂണാർ ഫേസും അതുപോലെ തന്നെ മെൻസ്ട്രുവൽ സൈക്കിളും, ഈ 2 കാലം കൂടെ നിങ്ങൾ ആൻഡ് മെൻസ്ട്രുവൽ സൈക്കിൾ, ഞാൻ അത് നോട്ടിട്ടില്ല, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇത് നോക്കണം, ഇതേ പ്രോസസ്സിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടിലും ആണുങ്ങളുടെ വ്യത്യാസം. പത്ത് മാസം എന്നുള്ള വാക്കല്ല, 10 എന്താണ് ചന്ദ്രവട്ടം ഒരമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടന്നിട്ടാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. മാസത്തെ കുറിച്ച് പറയുമ്പോഴാണ് 10 പൂർത്തിയാക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ 10 ചന്ദ്രവട്ടം. അപ്പൊ നമ്മൾ ഈ കോഴ്സിന് വേണ്ടി നമ്മൾ എത്ര ചന്ദ്രവട്ടമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? 4 ചന്ദ്രവട്ടം, ഒരു 4, പിന്നുണ്ട് 6. ഗർഭപാത്രത്തിൽ കിടന്ന സമയം പോലും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മളെ അറിവും അനുഭവവും ആയിക്കോട്ടെ നമ്മുടെ ദൈവമെന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ഇതെന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചന്ദ്രനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം പ്രപഞ്ചവും പ്രകൃതിയുമായി നമുക്ക് ഓർത്തിണക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് സ്റ്റെപ്പും കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ 10-13 നമുക്ക് ഈ ചന്ദ്രനെ കുറിച്ച് ഇനി ചന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി എല്ലാ ദിവസവും ഒരു 5-10 മിനിറ്റ് നമുക്ക് പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത് പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. 5 മിനിറ്റ് ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ. ഞാൻ ഇതിന്റെ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഞാൻ നോട്ട് ഞാൻ ഇട്ടുതരാം. ഞാൻ കോപ്പി ചെയ്ത് വെച്ചാണ് കുറെ കാര്യങ്ങളുണ്ട്, അത് ഇട്ടുതരാം, ഗ്രൂപ്പിലിടാം. പറയൂ. ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തൂടെ? സമയമൊക്കെ ഒരുപാടായി. നമുക്ക് നാളെയും വർക്കിനൊക്കെ പോകണം. എല്ലാവരും ക്ഷീണിതരായി വലിയ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് കൊണ്ടുപോയാൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ പിന്നീട് ഈ കാരണമായിരിക്കും നമ്മളെ നേരത്തെ പറഞ്ഞ് നമ്മുടെ തലച്ചോറില് ആ സൂത്രശാലി എന്ത് ചെയ്യണത്, ഉപയോഗിക്കുന്നത്. ഒരു മിനിറ്റ്, ഒരു വലിയ
ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് നല്ല രസമായിരിക്കും. വലിയൊരു കെല്ലില്ലേ, കെല്ലി നമ്മളെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടേ. അപ്പോ അത് കയറി വന്നു. അത് വലുത് പെട്ടെന്ന് ഇങ്ങനെ വന്നത് പുറത്ത് വന്നു വേണ്ട, നല്ല അത് കടിക്കില്ല. അത് അപ്പൊ എന്റെ ഗോൾ ബുക്ക് തന്നെ വേണ്ടി വന്നു ഓടിക്കാൻ. എന്തൊക്കെ രസങ്ങൾ. അപ്പൊ ശരി, നമുക്ക് എങ്ങനെ വൈൻഡപ്പ് ചെയ്യാന്നോ? പറയൂ, ഓക്കെ സാർ. ആർക്കെങ്കിലും 2 വാക്ക് പറയാമായിരുന്നു, ഒന്ന് കേൾക്കാനൊരു. സാർ എനിക്കൊരു ഡൗട്ട് ഓക്കെ, അവിടെ പറയൂ പറയൂ. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണെന്നുള്ളത് പറഞ്ഞല്ലോ. മറ്റുള്ളവരുടെ കളിയാക്കലും കൊണ്ട് നമ്മൾ തന്നെ ശത്രുക്കളായി മാറുന്നു. ഓക്കെ, കേൾക്കാമോ? അപ്പോ ഈ ശത്രുക്കൾ നമ്മൾ അറിയാതെ നമ്മുടെ ശത്രുവായിട്ട് നമ്മുടെ മൈൻഡില് നമ്മൾ അറിയാതെ നമ്മളെ തന്നെ ഫോം ആവുന്നു പറഞ്ഞു. അത് ആത്മനൊമ്പരങ്ങൾ എന്ന് പറയുന്നത് അത് തന്നെയാണോ? ഈ ആത്മനൊമ്പരങ്ങളല്ലേ നമ്മളെ പുറകോട്ട് വലിക്കുന്നത്? നമുക്കൊരു സങ്കടം വരുമ്പോഴാണല്ലോ സാധാരണ നമ്മൾ ആ ഒരു കാര്യം ചെയ്യണ്ട, ഇനി അത് എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്താഗതിയിൽ നമ്മൾ മാറുന്നത്. ഇപ്പൊ ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് ആത്മനൊമ്പരങ്ങളായി മാറും. അതെ അതെ, ആത്മനൊമ്പരങ്ങളുടെ അതായത് ഒക്കെ വരുന്നുണ്ടോ? ഇല്ല, ഓക്കെ. അതായത് ഇത് നമ്മള് ഇതിനകത്ത് മനസ്സിൽ തന്നെ നമ്മൾ സ്മൃതിതലം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. സ്മൃതിതലത്തിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആത്മനൊമ്പരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ആ സ്മൃതിതലത്തിനകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ, ഈ പരാജയപ്പെട്ട കാര്യങ്ങളെ കുറിച്ച്, അതായത് നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യത്തിൽ ഏറ്റവും നമുക്ക് സംഭവിച്ചിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും നമ്മളെ കൂടുതൽ ആകർഷിക്കുക. അതായത് നമുക്ക് ഫീലിങ്സ് ആണ് നമുക്ക് കൂടുതൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കഴിഞ്ഞുപോയ ഓർമ്മ തലങ്ങളിൽ മൊത്തവും ഫുള്ള് നമ്മളിൽ കിടക്കുന്നത് ദുഃഖത്തിന്റെ, പരാജയത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരം എടുക്കുമ്പോൾ അതായത് സ്മൃതിതലം എന്ന് പറഞ്ഞാൽ മനസ്സുമായി അവിടെ എത്തുമ്പോഴത്തേക്ക്, ടീച്ചർ നേരത്തെ നമ്മളെ ക്ലാസ്സിന്റെ പകുതി ഉണ്ടായിരുന്നുകൊണ്ട് ചെറിയൊരു ഐഡിയ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. സ്മൃതിതലം എന്ന് പറയുന്ന നമ്മളെ മനസ്സിന്റെ, ഉപബോധ മനസ്സിന്റെ സ്മൃതിതലം എന്ന് പറയുന്ന ആ തലത്തിനകത്താണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ആ തലത്തുമ്പോൾ ഞാൻ പറയാം, എന്നാൽ ഞാൻ ഇപ്പൊ ടീച്ചർ ചോദിച്ചുകൊണ്ട് പറയാണ്. ആ തലങ്ങളിൽ നമ്മൾ ഇന്നലെ വരെ പരാജയത്തെ കുറിച്ചാണ്, നഷ്ടത്തിനെ കുറിച്ചാണ്, മനസ്സിലായില്ലേ? ഇല്ല പോയി, നഷ്ടം എന്താണ് നഷ്ടം, കഷ്ടം, ദുഷ്ടം, ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മുടെ ബ്രെയിനിൽ കിടക്കുന്ന, നമ്മൾ പ്രധാനമായിട്ടും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളായിട്ട് സ്മൃതി തലത്തിൽ കിടക്കുന്നത് അത്തരം തോട്ടുകളാണ്. ഇവിടെയാണ് നമ്മൾ അടുത്ത ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ മൈൻഡിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെ പറയുന്നുണ്ട്. മൈൻഡിനെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇനി ഓർമ്മിക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിക്കുക, ഓരോ ദിവസവും കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, നല്ല കാര്യത്തിന് നന്ദി പറയുക. അതിനാണ് കൃതജ്ഞതാ മനോഭാവം എന്ന് പറയും. കൃതജ്ഞത എന്ന് പറഞ്ഞൊരു കാര്യം, അതായത് എനിക്കിന്ന് നമ്മളെ പഴയ ക്ലാസ്സിലുണ്ടായിരുന്നു, അത് നമ്മൾ മനസ്സിന് തല എത്തുമ്പോഴത്തേക്ക് ഞാനത് ആ വർക്ക് എല്ലാവർക്കും തരും. അത് ചെയ്താൽ നിങ്ങൾ ഈ പറഞ്ഞ സ്മൃതിതലത്തിനകത്ത്, അല്ലെങ്കിൽ ഈ എന്താണ് ഈ നമ്മുടെ ഇതിനകത്ത് വരുന്ന രജിസ്ട്രേഷനകത്ത് എന്താണ് ഇതിനെ പോസിറ്റീവായിട്ടുള്ളത് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കുക. അതിനാണ് നമ്മൾ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല നിമിഷങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഒരു ദിവസം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ദിവസം 10 കാര്യങ്ങളെ കുറിച്ചെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇവിടെ പറയണം. ഇത് നമ്മളെ സ്മൃതി തലത്തിനകത്ത് എന്താണോ കിടക്കുന്നത് അതായിരിക്കും നമ്മളെ അടുത്ത, അതായത് ഒരു കൊച്ചയാണ് പറയാം. അതായത് 2 രീതിയിലാണ് മനുഷ്യൻ ചിന്തിക്കാറുള്ളത്. ഒന്ന്, ഓർമ്മിക്കുക.
ആ തോട്ട് എന്ന് പറഞ്ഞ ചിന്ത എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക. രണ്ടാമത്തെ എന്താണ്? ഭാവന ചെയ്യുക. ഇനി നടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഭാവന എന്ന് പറയുന്നത്. അപ്പൊ നടന്നത് ചിന്തിക്കുന്നു, ഇനി നടക്കാനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ ഈ നടന്നത് ദുഃഖപരമായ കാര്യങ്ങളാണെങ്കിൽ അതാണ് നമ്മളുടെ ബ്രെയിനിൽ ഓർമ്മ നിൽക്കുന്നെങ്കിൽ, നമ്മളിനി നടക്കാൻ പോകുന്ന കാര്യത്തിലും അത് തന്നെ ചിന്തിക്കും. ഇവിടെയാണ് മനഃശക്തിയുടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത്. നമ്മൾ ലക്ഷ്യം വേണം, ലക്ഷ്യം മാക്സിമം കൊണ്ടുവരണം. നിങ്ങൾ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ കൊണ്ടുപോകാന്ന് ഞാൻ ആർത്ത് വിളിക്കുന്നതിന്റെ കാരണം, ഇന്നലെ വരെ ലക്ഷ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇനിയും ലക്ഷ്യങ്ങൾ ഇല്ലാതിരുന്നാൽ അത് ഇതിനെ പുതിയ ഇമാജിനേഷനിൽ വരില്ല, പഴയ കാര്യങ്ങൾ എടുക്കും. ഞാൻ നമ്മളെ ഇതിനകത്ത് രാമകൃഷ്ണ സാറോട്ട് നമ്മൾ ഇതിനകത്ത് സംസാരിച്ചിട്ടൊരു വിഷയമുണ്ട്. അതായത് ഒരു ദിവസം 3000 തൊട്ട് 60,000 വരെയുള്ള ചിന്ത ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ വരും. ചെറിയ കണക്കുകളല്ല. 3000 തൊട്ട് 60,000 വരെയുള്ള ചിന്തകളാണ് ഒരു ദിവസം മനുഷ്യന്റെ മനസ്സിൽ വരുന്നു പോകുന്നത്. അതിൽ 5% മാത്രമേ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി 95% കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് തിരുത്തണം. ഒരു 10-20% കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയും ബാക്കി 80% വരാൻ പോകുന്ന കാര്യത്തിലേക്ക് ചിന്ത വരണം. അങ്ങനെയാണെങ്കിൽ സകലതിനോടും ലക്ഷ്യം വേണം. നമുക്ക് എല്ലാത്തിനോടും ലക്ഷ്യം വേണം. നമ്മൾ മൊബൈൽ നോക്കുകയാണ്, ലക്ഷ്യം വേണം. മൊബൈൽ നോക്കിയാൽ ഒരു ഉദാഹരണം നമ്മളിപ്പോ ഇതിനകത്ത് രാമകൃഷ്ണ സാറ് എന്നെ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതായത് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ കിട്ടിയ ഒരു കാര്യം, നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറുന്നു. നമ്മൾ ബോധ മനസ്സാണ് നമ്മൾ ഇന്നുള്ള നമ്മള്. ഉപബോധ മനസ്സ് നമ്മളിന്റെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഉപബോധ മനസ്സാണ് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് വിചാരിക്കുക. ഉപബോധ മനസ്സാണ് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ. ഈ ബോധ മനസ്സ് വണ്ടിയിൽ ചെന്നിരുന്നു. എങ്ങോട്ട് പോകണം എന്ന് ചോദിക്കണം. ഡ്രൈവർ ചോദിക്കണം, നമ്മുടെ ഉപബോധം ചോദിക്കണം. നമ്മുടെ പഴയകാല അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം കൂട്ടിക്കെട്ടിയിട്ടുള്ള ആളാണല്ലോ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അറിയാലോ, ഞാനത് പാർട്ടായിട്ട് പഠിപ്പിച്ചു തരാം, എന്നിട്ട് ഞാൻ പറയാം. അപ്പൊ എന്ത് ചെയ്യും? എങ്ങോട്ടെങ്കിലും പോകും എന്ന് പറയുമ്പോൾ ഈ ഡ്രൈവർ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ആവും. ഉപബോധം കൺഫ്യൂഷൻ ആവും. എങ്ങോട്ടെങ്കിലും പോകാൻ പറയുമ്പോഴത്തേക്ക് പിന്നെ ഇവൻ പെട്ടെന്ന് ഇവൻ ഈ ഡ്രൈവറിന് എവിടെയൊക്കെയാണ് അറിയുന്നത് അവിടെയൊക്കെ കൊണ്ടുപോകും. ശരിയല്ലേ? അപ്പൊ നമുക്ക് ലക്ഷ്യങ്ങളോ നമുക്ക് മുന്നോട്ടൊരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നേരം വെളുക്കുമ്പോ നമുക്ക് ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും കാര്യമില്ല. നമുക്ക് ലക്ഷ്യങ്ങളായിരിക്കും നമ്മൾ ഒരു ദിവസം മുന്നോട്ട് ചലിപ്പിക്കുന്നത്. അത് നേരത്തെ നമുക്ക് ചെറിയ ലക്ഷ്യങ്ങൾ, ഇന്നത്തേക്ക് നാളത്തേക്ക് അതിന് പറ്റുന്ന ഒരാഴ്ചത്തേക്കുള്ളത്, ഒരു മാസത്തേക്കുള്ളത്, ഒരു വർഷത്തേക്കുള്ളത്, അത്തരം ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോറിക്ഷ കയറി എങ്ങോട്ടെങ്കിലും പോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ അനുഭവമാണ് ഉപബോധം എന്ന് പറഞ്ഞത്. അപ്പൊ ഇയാൾ വിചാരിക്കുന്നത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, എങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവുന്ന എവിടെയാണ്? ഇന്നലെ വരെ ഞാൻ ഏറ്റവും മോശപ്പെട്ട ദുഃഖം, എന്റെ ഉള്ളിൽ കിടക്കുന്ന മൊത്തം ദുഃഖമാണല്ലോ. അപ്പൊ ഏറ്റവും ദുഃഖമുള്ള, ഏറ്റവും കഷ്ടതയുള്ള ആ സ്ഥലത്തേക്ക് തന്നെ എന്നെ കൊണ്ടുവന്ന് ഇറക്കും. കാരണം ആ ആളിനറിയാവുന്നിടത്തല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. ഇവിടെയാണ് നമ്മുടെ ക്രിയാശക്തി തലമെന്ന് പറയുന്ന പുതിയ കാര്യങ്ങളെ പുതിയ ഭാവനയിലേക്ക്, പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. 2 ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് സ്മൃതി തലത്തെ കുറിച്ച് നമ്മൾ ബാക്കി ഇതിനകത്ത് നമ്മൾ മൈൻഡ് തുടങ്ങിയതേ ഉള്ളൂ, വ്യക്തമായിട്ട് പറഞ്ഞൊരു വിഭാഗം. അടുത്തത് ഭാവനയാണ്, വരാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മളൊരു കല്ലെടുത്ത് അല്ലെങ്കിൽ ഒരു അമ്പെടുത്ത് അല്ലെങ്കിൽ നമ്മൾ തോക്കെടുത്ത് അത് കാഞ്ചി വലിക്കണമെങ്കിൽ അത് പിറകിലേക്ക് വലിച്ചാലേ മുന്നോട്ട് പോകും. നമ്മൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞാലും നമ്മളെ കൈ പിറകിലേക്ക് വലിച്ചാലേ
മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ പിറകിലേക്ക് പോകുന്നതിനല്പമെങ്കിൽ അതിന്റെ 10ഓ 100ഓ ഇരട്ടി ദൂരമായിരിക്കും മുന്നോട്ട് പോകേണ്ടത്. ശരിയല്ലേ? പക്ഷെ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത് അറിയാമോ? നമ്മൾ ഈ 100 ഇരട്ടി പിറകിലോട്ട് വലിച്ചിട്ട് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഒരു സ്റ്റെപ്പ് മുന്നെയാണ് നമ്മൾ എങ്ങനെ വന്ന് വീഴുന്നത്. ശരിയല്ലേ? ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉള്ള ഒരു ലക്ഷ്യമൊക്കെ ചെറിയ ലക്ഷ്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ പിറകിലുള്ള ഘടകങ്ങളും ഉത്തരവാദിത്വവും അനാവശ്യമായിട്ടുള്ള പരാജയങ്ങളും എല്ലാം എടുത്ത് പിറകിലോട്ടൊന്ന് ചാഞ്ഞ് കിടന്നിട്ട് ഒരു കല്ലെടുത്ത് മേലോട്ട് ഇങ്ങനെ എറിഞ്ഞ് തൊട്ട് മുന്നിൽ വന്ന് വീഴുന്നു. ഇത്രേ ഉള്ളൂ. പക്ഷെ പിറകിലേക്ക് ചിന്തിക്കണം. അത് മുന്നിലേക്ക് ഇതിനേക്കാൾ 100 ഇരട്ടി മുന്നിലേക്ക് പോകാൻ വേണ്ടിയായിരിക്കണം. കണക്റ്റ് ആയോ? അപ്പൊ ഇന്നലെ വരെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആത്മനൊമ്പരത്തിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളെ അറുത്ത് കളയണം. അറുത്ത് കളയണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മെന്ററിന്റെ സഹായം ഇല്ലാതെ അതൊന്നും പറ്റത്തില്ല. നമ്മൾ കൺഫ്യൂഷൻ ആവും. നമുക്ക് അറിയത്തില്ല ആ സ്റ്റെപ്പ്. എനിക്കറിയാവുന്ന എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മെന്റർമാരുണ്ട്. അതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റുന്നു. അതുകൊണ്ട് നമ്മളിത് അറുത്ത് കളയുന്നുണ്ട്. നമ്മളിലേക്ക് ആ ചിന്ത വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് കളയാൻ നമുക്ക് അറിയാം. കളഞ്ഞില്ലെങ്കിലും നമ്മൾ ആ വേദനയ്ക്കകത്തോ ഇതിനകത്തോ പെട്ടുപോയാലും നമുക്കറിയാം ഇന്ന കാര്യമാണ് നമ്മളെ ആക്രമിച്ചിരിക്കുന്നത്, നമ്മളെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ട്. ഒരു പക്ഷെ അപ്പോഴും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത മാനസിക അല്ലെങ്കിൽ അത്രയും യുക്തി നമ്മൾ ആ സമയത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ പെട്ടുപോവാം, ആ സിറ്റുവേഷനിൽ പെട്ടുപോകും. പക്ഷെ നമുക്ക് അറിയാം ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്ന പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ സ്മൃതി തലത്തിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഈ നമ്മൾ പറയുന്നില്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ ട്രോമ സ്റ്റേജ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സ്മൃതി തലത്തിനകത്താണ് കിടക്കുന്നത്. ഇതിനെ അറുത്ത് കളയാൻ പറ്റും. അതിന്റെ പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾ കൂടെ വരുമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് തരും. ഇതിനെ പകുതി അറുത്ത് കളയും, പകുതി അറുത്ത് കളയും, പകുതി എന്ത് ചെയ്യും, അവിടെ നിൽക്കുമ്പോഴത്തേക്കും പുതിയ കാര്യങ്ങൾ ഫില്ല് ചെയ്യും. അതായത് നമുക്കൊരു ഇപ്പോഴത്തെ നിർത്താം ഇത് പറഞ്ഞുകൊണ്ട്, പഴയ കാര്യങ്ങൾ മൊത്തവും ദുഃഖങ്ങൾ നിറഞ്ഞതാണ്, അല്ലെങ്കിൽ പരാജയങ്ങൾ നിറഞ്ഞതാണ്, അല്ലെങ്കിൽ എന്താണ് അബദ്ധധാരണകൾ കുറെ കടന്നതാണ്. പുതിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നാളെ ഇന്ന് പഴയ സ്മൃതിതലത്തിനകത്താണ് ഇന്നത്തെ വിഷയം കിടക്കുന്നത്. ഇന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, ഇന്ന് മുതൽ ചിന്തിക്കൂ. 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾ പിറകിലേക്ക്, നിങ്ങളുടെ സ്മൃതിതലത്തിലേക്ക്, നിങ്ങളുടെ ആത്മനൊമ്പരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പോസിറ്റീവായിട്ടുള്ള സാധനം കാണില്ലേ? പഴയ കാലത്തത് അറുത്ത് കളയാൻ പറ്റുന്ന ടെക്നിക്കുകളുണ്ട്. അതിനോടൊപ്പം ഇന്ന് ഇവിടെ മുതൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലാഭത്തിനെ കുറിച്ച് ആലോചിക്കൂ. ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് ചായ കിട്ടിയാൽ ആ ചായയിൽ നോക്കിയിട്ട് പകുതിയോ ഉള്ളോ എന്നും പകുതി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത് എന്താണ്? പകുതിയേ ഉള്ളൂ, പകുതിയെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ പകുതി ഉണ്ടല്ലോ, ഞാൻ പ്രതീക്ഷിച്ച കാലാണ് എന്ന ആ മാനസിക രീതിയിൽ പകുതി ഉണ്ടോ, പകുതിയേ ഉള്ളൂ, യെസ് നോ ചിന്തിച്ചാൽ മതി. പകുതിയേ ഉള്ളൂ, പകുതി ഉണ്ടോ, ഇത്രേ ഉള്ളൂ, നോക്കിക്കാണുക. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് തയ്യാറായാൽ, നിങ്ങൾ നമ്മുടെ ഈ കോഴ്സ് തീർന്ന 4 മാസത്തിനകത്ത് ഈ 4 മാസത്തെ പിറകിലേക്ക് നോക്കിയാൽ ഈ നമ്മളെ സ്മൃതി തലത്തിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ കാണത്തില്ലേ? ഉണ്ടോ ഇല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പോസിറ്റീവുള്ള സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഞാൻ 4 കാ എന്ന് പറയുന്ന സംഭവമുണ്ട്. മനുഷ്യനെ വിഴുങ്ങുന്ന 4 കായ്കൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഇതിനകത്ത് വരും. അത് ആ ഏരിയ എത്തുമ്പോഴത്തേക്ക് പറയാം. എന്തായാലും നിങ്ങൾ ഇന്ന് മുതൽ പോസിറ്റീവ്, അതായത് കിട്ടിയ കാര്യത്തിനോട് നന്ദി പറയുക, കിട്ടിയ കാര്യത്തിനോട് സന്തോഷം പറയുക, കിട്ടിയ കാര്യത്തിനോട് ആസ്വദിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ആരോടാണ് ഇപ്പം? ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ചാറ്റ് GPT അടുത്തും
ഈ ജെമിനിയുടെ അടുത്തും ഈ എന്താണ് ഈ മെറ്റ AI-യുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞ കാരണം എന്താണ്, മറ്റേ ഗൂഗിളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഞാൻ പോയി എടുത്തോണ്ട് വരുമ്പോ ഗൂഗിളിന്റെ അടുത്തൊക്കെ നന്ദിയുണ്ട്. എന്നാലും നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ കൊടുത്താൽ നമുക്ക് നമ്മളെ സ്വന്തം എന്ന് പറഞ്ഞ് എന്താണ്, നീ ആരെടുത്താ, നീ ഫേസ്ബുക്കില, യൂട്യൂബില, വാട്സപ്പില, എവിടെ നീ കൊണ്ടിട്ടോ, നിനക്ക് നിന്റെ അടുത്ത് ആര് ഒരുത്തനും കോപ്പിറൈറ്റും പറയില്ല, ഒന്നും പറയില്ല. നിന്റെ സങ്കല്പത്തിനൊത്ത് ഇന്നാളെന്ന് പറഞ്ഞ് തരണം. അതിന്റെ അടുത്തൊക്കെ ഞാൻ നന്ദി പറയണേ. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ ആ സന്തോഷമാണ് നമുക്ക് കിട്ടിയ പോസിറ്റീവ്. നെഗറ്റീവിനെ കുറിച്ച് അറിഞ്ഞിട്ടിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽ അതിന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. പോസിറ്റീവായിട്ടുള്ള കാര്യം അത് ആളെ നമ്മൾ മനസ്സിന്റെ തലമായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ വരും. അതുകൊണ്ട് പഴയ കാര്യങ്ങളെ നമ്മളെ നശിപ്പിക്കാനുള്ളതാണ് വീണ്ടും 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 എന്ത് ചെയ്യണ്ട. അതായത് ഒരു തമാശ പറഞ്ഞ് ഒരു തമാശ കേട്ട് എന്നും ചിരിക്കാൻ ആർക്കും തോന്നൂല. പക്ഷെ മനുഷ്യന് ഒരു ദുഃഖം ആലോചിച്ച് അവൻ മരിക്കുന്നവരെ കരയെ, ഒരു കാര്യമില്ല, ഒരു നേട്ടവും ഇല്ല. എന്നാലും അത് ചെയ്യും, വീണ്ടും 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 ആലോചിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് സമയം ഒരുപാടായി. നമ്മളെ ക്ലാസ് ഒരുപാട് പോയാൽ നമ്മൾ അതേ അനുസരിച്ച് നമ്മുടെ ക്ലാസ്സിന്റെ ഈ മനോബലം കുറയും. അപ്പൊ ശരി, എല്ലാവർക്കും താങ്ക്സ്. ഇത്രയും നേരം നമ്മൾ ഈ ഇന്ന് ഇത്രയും ആളും ഉണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ ആളായിരുന്നു, എല്ലാ ദിവസവും കേട്ട ആൾ കൂടുതലായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നന്ദി. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, വണക്കം.